നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 2, 2026 തിങ്കൾ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ ആദ്യ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ ഇന്ത്യയിൽ നിന്നും ജനുവരി മാസത്തെ ഓട്ടോ സെയിൽസ് ഡേറ്റ പുറത്തുവിടുകയുണ്ടായി. ടാറ്റ, മഹീന്ദ്ര, ഹ്യുണ്ടായി തുടങ്ങിയ കമ്പനികൾ 2026 വർഷത്തിൽ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ആരംഭം കുറിക്കുകയും ഉണ്ടായത്. ഓട്ടോ സെയിൽസ് ഡേറ്റയെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസിൽ പരിശോധിക്കാം. ഇന്നലത്തെ യൂണിയൻ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് സർപ്രൈസായി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് സെഗ്മെന്റിലേക്ക് STTയുടെ വർധനവ് വന്നതിനെ തുടർന്ന് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വരികയും ഉണ്ടായി. തൽഫലമായി ഇന്നലെ നിഫ്റ്റിക്ക് 2% നഷ്ടം നേരിട്ടുകൊണ്ട് അതിന്റെ 5 മാസത്തെ ലോയിലേക്കും എത്തിച്ചേർന്നു. മാത്രമല്ല ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 588.34 കോടി രൂപയ്ക്ക് വീണ്ടും സെല്ലിംഗ് പുനരാരംഭിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും പതിവിന് വിപരീതമായി 682.73 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് ആണ് ഇന്നലെ നടത്തുകയും ഉണ്ടായത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇന്നലെ നിഫ്റ്റിക്ക് നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് ആകെ ഉണ്ടായിരുന്ന 200 EMAയിലുള്ള സപ്പോർട്ടും നഷ്ടപ്പെടുകയുണ്ടായി. തൽഫലമായി നിലവിൽ എല്ലാ കീ മൂവിംഗ് ആവറേജുകളും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ ഇന്നലത്തെ ഡേ ലോയായ 24,572 എന്ന ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് ഇന്ന് നിലനിൽക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 25,000 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് തുടർന്ന് 200 ഡേ മാത്രമല്ല റെസിസ്റ്റൻസ് സോണായ 25,160 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് ഇന്നലത്തെ ഡേ ലോയായ 25,572 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ തുടർന്ന് 24,500 എന്ന ലെവൽ സൈക്കോളജിക്കലും 24,400 എന്ന ലെവൽ ക്രൂഷ്യലുമാണ്. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റി 24,400 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ, ഇൻഡസ് ടവർ, PB ഫിൻടെക്, ബജാജ് ഹൗസിംഗ് ഫൈനാൻസ്, സിറ്റി യൂണിയൻ ബാങ്ക് തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടുമായിട്ട് റിലീസിനായിട്ട് ഇന്ന് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അവയുടെ വിശദാംശങ്ങളൊക്കെ വിശദമായി തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്ന് SME സെഗ്മെന്റിലേക്ക് ഹന്ന ജോസഫ് ഹോസ്പിറ്റലിന്റെ IPOയുടെ ലിസ്റ്റിംഗും ഇന്ന് നടക്കാനിരിക്കുന്നു. കൂടാതെ ഇന്ന് എക്സ് ഡിവിഡന്റ് വ്യാപാരം നടത്തുന്ന സ്റ്റോക്കുകൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഗോപാൽ സ്നാക്സ്, LT ഫുഡ്സ്, മെട്രോ ബ്രാൻഡ്സ്, ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ്, ശ്രീരാം സിൽക്ക് മിൽസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്നും രാവിലെ 10:30 ജനുവരി മാസത്തെ HSBC മാനുഫാക്ചറിംഗ് PMI ഫൈനൽ ഡേറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 7:15 ചൈനയിൽ നിന്നും ജനുവരി മാസത്തെ റേറ്റിംഗ് ഡോഗ് മാനുഫാക്ചറിംഗ് PMI ഡേറ്റയുടെ റിലീസ് ഉണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 8:30 US നിന്നും ജനുവരി മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI ഡേറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. മിക്സ്ഡ് ആയിട്ട് വന്ന ക്വാർട്ടർലി ഏർണിംഗ്സിന്റെ ഫലമായിട്ട് വെള്ളിയാഴ്ച US മാർക്കറ്റിന് അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് വലിയ ഇടിവ് നേരിടേണ്ടി വന്ന യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറിനും നഷ്ടങ്ങളേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് തിരികെ വരാനും സാധിച്ചതിന്റെ ഫലമായിട്ട് നിലവിൽ 12 പോയിന്റുകളുടെ നഷ്ടം മാത്രമേ പ്രതിഫലിക്കുന്നുമുള്ളൂ. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 1.5% നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അതിശക്തമായ ഇടിവാണ് അനുഭവപ്പെടുന്നത്, ഏകദേശം 2.5%. തൽഫലമായി ബ്രന്റ് ക്രൂഡിന്റെ വില $67.74 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $63.63 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിലും 0.5% ഇടിവാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. $4,848.69 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിനെ തുടർന്ന് അതിശക്തമായ വോൾട്ടാലിറ്റിയെയും സെല്ലിംഗ് പ്രഷറിനെയും സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ഷാഡോയോടും ലോങ് ലോവർ ഷാഡോയോടും കൂടിയിട്ടുള്ള ലോങ് ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. തൽഫലമായി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളേണ്ടതായിട്ടും വന്നു. RSIയിലും
അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് 30.93 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ടും സാധിക്കുന്നത്. 24,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. നിഫ്റ്റിയുടേതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിനെ തുടർന്ന് സ്ട്രോങ് ആയിട്ടുള്ള വോൾട്ടാലിറ്റിയെയും സെല്ലിംഗ് പ്രഷറിനെയും സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ഷാഡോയോടും ലോങ് ലോവർ ഷാഡോയോടും കൂടിയിട്ടുള്ള ലോങ് ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല ഇന്നലത്തെ അതിശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് സിംഗിൾ ഡേ കൊണ്ട് തന്നെ ഷോർട്ട് ഡേ മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EMAയും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMAയും മാത്രമല്ല 100 ഡേ EMAയും ബാങ്ക് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. RSIയിലും അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് 41.16 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാൻ സാധിക്കുന്നതെങ്കിലും 57,000 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന ഓട്ടോ സെയിൽസ് ഡാറ്റ ജനുവരി മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ഹീറോ മോട്ടോർ കോപ്പ് ടോട്ടൽ സെയിൽസിൽ 26% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിലും 26.1% വർധനവ് രേഖപ്പെടുത്തി. അതേസമയം എക്സ്പോർട്സിലും 23% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. അശോക് ലൈലാൻഡ് ടോട്ടൽ വെഹിക്കിൾ സെയിൽസിൽ 27% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിലും 31% വളർച്ച രേഖപ്പെടുത്തി. ഐഷ മോട്ടോഴ്സ് ടോട്ടൽ സെയിൽസിൽ 24.9% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിലും 23.6% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. TVS മോട്ടോർ ടോട്ടൽ സെയിൽസിൽ 29% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ടു വീലർ സെയിൽസിൽ 28%യും ത്രീ വീലർ സെയിൽസിൽ 77% ഉയർച്ചയും രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ടോട്ടൽ സെയിൽസിൽ 29.9% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിൽ 29.1% വളർച്ചയും രേഖപ്പെടുത്തി. M&M ടോട്ടൽ സെയിൽസിൽ 24% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ എക്സ്പോർട്സിലും 5% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ടോട്ടൽ സെയിൽസിൽ 47.1% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ എക്സ്പോർട്സിൽ കഴിഞ്ഞ വർഷം ഇതേ മാസം 240 യൂണിറ്റ്സിൽ നിന്നും 844 യൂണിറ്റ്സ് ആയിട്ട് വർധനവ് രേഖപ്പെടുത്തി. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ടോട്ടൽ സെയിൽസിൽ 11% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിൽ 9% വളർച്ചയും രേഖപ്പെടുത്തി. അതേസമയം എക്സ്പോർട്സിലും 20.9% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. എക്സ്പോർട്സ് കുബൂത്ത ടോട്ടൽ സെയിൽസിൽ 46.9% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിലും 50.8% വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി. അതേസമയം എക്സ്പോർട്സിലും 8.3% ഉയർച്ചയും രേഖപ്പെടുത്തി. SML മഹേന്ദ്ര ടോട്ടൽ സെയിൽസിൽ 30% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ കാർഗോ വെഹിക്കിൾസിന്റെ സെയിൽസിൽ 31%യും പാസഞ്ചർ വെഹിക്കിൾസിന്റെ സെയിൽസിൽ 30% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.